നമസ്കാരം. പ്രധാന വാർത്തകൾ. CPIM സ്മൃതി കുടീരങ്ങളിൽ അതിക്രമം. നേതാക്കളുടെ സ്മൃതി കുടീരം കറുത്ത കെമിക്കൽ ഒഴിച്ച് വികൃതമാക്കി. അബ്ദുൽ നാസർ മദനി വെന്റിലേറ്ററിൽ. പതറാതെ ബ്രസീൽ സ്പെയിനിനെ തളച്ചു. വാർത്തകൾ വിശദമായി. CPIM സ്മൃതി കുടീരങ്ങളിൽ അതിക്രമം. നേതാക്കളുടെ സ്മൃതി കുടീരങ്ങൾ കരിയോയിൽ ഒഴിച്ചു. കെമിക്കൽ ഉപയോഗിച്ച് ചിത്രം വികൃതമാക്കി. പോളിഷ് പോലുള്ള ദ്രാവകമൊഴിച്ചു. EK നയനാർ, ചടയൻ ഗോവിന്ദൻ, O ഭരതൻ, കോടിയേരി ബാലകൃഷ്ണൻ എന്നിവരുടെ സ്മൃതി കുടീരങ്ങളിലാണ് കരിയോയിൽ ഒഴിച്ചത്. ഗ്രാനൈറ്റിൽ കൊത്തിയെടുത്ത കോടിയേരിയുടെ മുഖം പോളിഷ് ഉപയോഗിച്ച് വികൃതമാക്കി. ആസൂത്രിതമായിട്ടുള്ള അക്രമമെന്ന് CPIM നേതാവ് PK ശ്രീമതി പ്രതികരിച്ചു. മുമ്പെങ്ങും ഉണ്ടായിട്ടില്ലാത്ത തരത്തിൽ അത്യന്തം നീചമായ ചെയ്തിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നതെന്ന് PK ശ്രീമതി പറഞ്ഞു. പോലീസ് സംഭവ സ്ഥലത്തെത്തി പരിശോധന നടത്തി കേസ് രജിസ്റ്റർ ചെയ്തു. PDP ചെയർമാൻ അബ്ദുൽ നാസർ മദനിയുടെ ആരോഗ്യനില അതീവ ഗുരുതരം. ജാമ്യ വ്യവസ്ഥയിൽ ഇളവ് ലഭിച്ചതിനെ തുടർന്ന് തിങ്കളാഴ്ച കൊച്ചിയിൽ എത്തിയ അദ്ദേഹത്തെ അവശതയെ തുടർന്ന് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. വ്യാഴാഴ്ച പുലർച്ചെ കടുത്ത ശ്വാസതടസ്സവും അനുഭവപ്പെട്ടു. ഇതോടെ വെന്റിലേറ്ററിലേക്ക് മാറ്റിയിട്ടുണ്ട്. തിരിച്ചുവരവിന്റെ സൂചനകൾ നൽകി ബ്രസീൽ. ഇംഗ്ലണ്ടിനെ ഒറ്റ ഗോളിന് വീഴ്ത്തിയതിന് പിന്നാലെ കരുത്തരായ സ്പെയിനിനെ സാന്റിയാഗോ ബെർണബ്യൂവിൽ നടന്ന വംശീയതയ്ക്കെതിരായ പ്രചാരണ മത്സരത്തിൽ പിന്നിട്ട് നിന്ന ശേഷമാണ് കാനറികൾ പറന്നുയർന്നത്. പരിക്ക് സമയം പെനാൽറ്റിയുടെ ലൂക്കാസ് പക്വേറ്റയാണ് സമനില ഗോൾ കുറിച്ചത്. റോഡ്രിഗോയും എൻട്രിക്കും ബ്രസീലിനായി ലക്ഷ്യം കണ്ടു. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.